ഹലോ, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരിടം വരെ പോവുകയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ ആണ് ഈ ഏപ്രിൽ 15-ന്. അന്നേരം ഈ വീഡിയോ ഞാൻ ഒരുപാട് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോയപ്പോൾ എടുത്ത് വെച്ചതാണ്. അപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വന്നത് ഡിമോളിലാണ്, പുനലൂരുള്ള. അപ്പോൾ അവിടെ തന്നെ ഉള്ള ഒരു ബൊട്ടീക്കിലാണ് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നത്. നമ്മൾ മെറ്റീരിയൽസും അവിടെ നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ കണ്ട് അവർ കസ്റ്റമൈസ് ചെയ്തിട്ടേക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫ്രോക്കുകളും നമ്മൾക്ക് വലിയവർക്കുള്ള ഗൗണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതാണ് കേട്ടോ എനിക്കെടുത്ത ഗൗണിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു 3 ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മാച്ച് വെച്ചിട്ടാണ് എല്ലാവർക്കും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ പ്ലാൻ ഇതാണ് കേട്ടോ. ഫുൾ ഗൗണായിട്ട് ഫുൾ സ്ലീവ് ഒക്കെ വെച്ചിട്ട് തയ്ക്കാനായിട്ടാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പിക്ചറുണ്ട്. അങ്ങനെ ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാനും ഒക്കെ അവിടെ തന്നെ കേട്ടോ കൊടുത്തത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറും പിന്നെ ഒരു ബ്ലൂ കളറുമാണ് എടുത്തത്. അങ്ങനെ കുറച്ച് സമയത്തെ കൺഫ്യൂഷനും തിരക്കും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കയറിയത്. ഞങ്ങൾ ഊണാട്ടോ പറഞ്ഞത്. അങ്ങനെ ഊണൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കാറിലല്ല കേട്ടോ, നമ്മുടെ ഈ വണ്ടിയിലാണ് പോകാൻ പോകുന്നത്. നല്ല ട്രെയിലറാണ് കേട്ടോ. അപ്പം ആ ചേട്ടനാണെങ്കിൽ തമിഴ്നാട് പോയി ലോഡ് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഈ വഴി വന്നുകൊണ്ട് അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇത് കയറാൻ. കുറേ നാളും കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അതിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ കയ്യിൽ നമ്മുടെ കാറും കൊടുത്തു വിട്ടിട്ട് എൻ്റെ ചേട്ടനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. എന്താ പറയുക, ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നെ, എനിക്കായിരുന്നു എക്സൈറ്റ്മെൻറ്റും മൊത്തം. എൻ്റെ വാവയ്ക്കൊന്നും എനിക്കൊന്നും അത്ര ഇല്ലായിരുന്നു. ഞാൻ അതിൽ നിന്ന് തുള്ളിയത് മൊത്തം. എനിക്ക് എന്താണെന്നറിയത്തില്ല, അതുപോലെ ആനപ്പുറത്തൊക്കെ കയറിയിരിക്കുന്ന പോലെയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെയുള്ള വണ്ടിയിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനങ്ങ് പ്രകടിപ്പിക്കുമായിരുന്നു കേട്ടോ എൻ്റെ സന്തോഷം. നിലത്തിരുന്നിട്ടില്ല, ഞാനിരുന്ന് തുള്ളുമായിരുന്നു. അങ്ങനെ നമ്മൾ ലോഡും കൊണ്ട് നമ്മുടെ യാർഡിലൊക്കെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഏപ്രിൽ 15 ആകുമ്പോൾ നമ്മുടെ യാർഡ് ഉദ്ഘാടനം നടത്തിയിട്ട് 2 വർഷം തികയാണ് കേട്ടോ. 2023 ഏപ്രിൽ 15-നായിരുന്നു നമ്മുടെ യാർഡിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അങ്ങനൊരു സന്തോഷവും കൂടെ ഉണ്ട്. വാവയുടെ ബർത്ത്ഡേയും യാർഡിൻ്റെ ഉദ്ഘാടന ദിവസവും എല്ലാം ഒരുപോലെ ആട്ടോ വന്നത്. അങ്ങനെ നമ്മുടെ കാറൊക്കെ ചേട്ടൻ നേരത്തെ കൊണ്ടിട്ടിട്ട് നമ്മളെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ലോഡൊക്കെ ഇറക്കുന്ന തിരക്കിലായിരുന്നു. നമ്മൾ ഈ വണ്ടിയിലാണ് കേട്ടോ വന്നത്. ഇറങ്ങുന്നതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഭയങ്കര പാടായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് ചാടി പിടിച്ച് ഇറങ്ങും കേട്ടോ ചെയ്ത്. അങ്ങനെ കുറച്ച് നാളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ചേട്ടൻ ഇന്നങ്ങ് സാധിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.